കേരളത്തിന്റെ മൊത്തം നമ്മൾ 20 മണ്ഡലങ്ങളിലൂടെയുമുള്ള യാത്ര കഴിയുമ്പോൾ കേരളം ചിന്തിക്കുന്നത് എങ്ങനെ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകുന്നു. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം എന്ത്? വോട്ട് രേഖപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ശരാശരി വോട്ടർമാരുടെ മനസ്സിലുള്ള കാര്യമെന്ത്? എന്തിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? വികസന പ്രവർത്തനത്തിനാണ്. നമ്പർ 1 വികസന പ്രവർത്തനങ്ങൾ. 35.2 35.2% ആളുകളും വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. രണ്ടാമത് പ്രാധാന്യം സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം തന്നെയാണ്. 19.3%. മൂന്നാമത് വരുന്നത് വിലക്കയറ്റമാണ്. 16.7%. തൊഴിലില്ലായ്മ 10.4%. അഴിമതി 7.5. എന്നാൽ നോക്കൂ, അയോധ്യ ക്ഷേത്ര നിർമ്മാണം കേവലം 2.6%. രാജ്യസുരക്ഷ 1.3%. NDA ഉയർത്തിപ്പിടിക്കുന്ന അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനും രാജ്യസുരക്ഷയ്ക്കും മൊത്തം കിട്ടുന്നത് 3.9%. അറിയില്ല എന്ന് രേഖപ്പെടുത്തുന്നത് 7%. ഇവിടെ 35.2% ആളുകൾ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായി കാണുമ്പോൾ ഞാൻ സുപ്രധാനമായ വിഷയമായി കാണുന്നു. നോക്കൂ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, ഈ 3 വിഷയങ്ങളോട് ചേർന്ന് ഏതാണ്ട് 34.6% ആളുകൾ ഈ 3 വിഷയങ്ങളെയും പ്രാധാന്യത്തോടുകൂടി കാണുന്നു. വിലക്കയറ്റം, അഴിമതി, തൊഴിലില്ലായ്മ എന്ന ഈ 3 വിഷയം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം തന്നെയാണ്. അത് വളരെ പ്രധാനമാണ്. വികസന പ്രവർത്തനങ്ങൾ എന്ന് സർക്കാർ പറയുന്ന കാര്യങ്ങളാണോ, അതല്ല സർക്കാരിനെതിരെ പറയാവുന്ന അഴിമതി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഈ 3 കാര്യങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെ പിന്തുണയ്ക്കുകയോ LDF-നെതിരായി തീരുകയോ ചെയ്യുന്നത്? അത് മാത്രമാണ് പ്രധാനമായിരിക്കും. നമുക്ക് അതിഥികൾ കൂടിയുണ്ട്. അതിഥികളിലേക്ക് കൂടി ഒന്ന് പോകാം. ഉണ്ണി ബാലകൃഷ്ണൻ, നോക്കൂ ശ്രീ ഹസ്കർ, ഇവിടെ ഇപ്പോൾ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, ഈ 3 വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി വോട്ടർമാർ കാണുന്നുണ്ട്. നിശ്ചയമായും ഒരു MP-യുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഒരു പൊതുവികാരം എപ്പോഴും കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുക. അപ്പോൾ ആ പൊതുവികാരം എപ്പോഴും പ്രാധാന്യത്തോടെ മുന്നിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇക്കുറിയും ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് LDF-ന് മുന്നിൽ നിൽക്കുന്നത്. വിലക്കയറ്റം വളരെ പ്രധാനമായി കാണുന്നു, അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നു. അപ്പോൾ നിങ്ങളിതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ട് ചോദിക്കുന്നു. എന്തായിരിക്കും ഏതെങ്കിലും തരത്തിൽ LDF-ന് ഒരു തിരിച്ചടി, കനത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ റീസൺ? കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയും ശബരിമലയും പറയാം, ഇക്കുറി എന്തു പറയും? ഉണ്ണി ബാലകൃഷ്ണൻ, അങ്ങ് കരുതുന്നത് പോലെ മലയാളികൾ നരച്ച ബുദ്ധിയുള്ള ആളുകളൊന്നുമല്ല. കേരളത്തിലെ വികസനത്തെ സംബന്ധിച്ച് മലയാളികൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളെ സംബന്ധിച്ചോ വികസന സമീപനത്തെ സംബന്ധിച്ചോ ഒരു തരത്തിലുള്ള ഒരു അവലോകനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നില്ല. മാത്രമല്ല, വിലക്കയറ്റം ഒരു വലിയ പ്രശ്നം തന്നെയായിട്ട് വരുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെയാണ്. ഇന്ധന വിലവർധനവാണ് വിലക്കയറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായി നമുക്ക് കാണാൻ കഴിയുക. അത് നിയന്ത്രിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയാണല്ലോ. ഇതൊക്കെ ചിന്തിക്കുകയും ഇതൊക്കെ വർത്തമാനം പറയുകയും ചെയ്യുന്നത് തന്നെയാണ് മലയാളികൾ. മാത്രമല്ല, രാജ്യം ഏറ്റവും കടുത്ത തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു കാലഘട്ടമാണെന്നേ. അതിൽ കേരളത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വികലമായ തൊഴിൽ നയത്തെ തുടർന്ന് വന്നിട്ടുള്ള തൊഴിലില്ലായ്മ രാജ്യത്താകമാനമുണ്ട്. അങ്ങേ തടസ്സപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. നമുക്കിപ്പോ 2004 ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2004 എന്താ സംഭവിച്ചത്? 2004 ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു. ആ സമയത്ത് കേരളത്തിൽ എന്താ സംഭവിച്ചത്? 18-2 ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 18-2. ആ 18 ആർക്കാ കിട്ടിയത്? LDF-നാ കിട്ടിയത്. അന്നൊരു മുഖ്യമന്ത്രിയുടെ രാജിവെച്ചു, AK ആന്റണി. കാര്യം എന്താ? ആന്റി ഇൻകംബൻസി, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം കേരളത്തിലെ വോട്ടിങ്ങിനെ ബാധിച്ചുവെന്ന് കോൺഗ്രസ് വിലയിരുത്തുകയും ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ, ഈ വികാരങ്ങൾ ഇലക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ വിഡ്ഢിത്തമായി പോവില്ലേ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിസൾട്ട് പരിശോധിക്കൂ. 5 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 10 സീറ്റിലേക്കാണ് LDF-ന് ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു വലിയ പാറ്റേൺ ആയിട്ട് തന്നെ കാണണം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാഹളമായി ആ വിധിയെ കൂടി കാണണം. 5 സീറ്റായിരുന്നു LDF-നുണ്ടായിരുന്നത്, 10ആയി അത് മാറി. UDF-ന്റെ കയ്യിലിരുന്ന സീറ്റുകളും BJP-യുടെ കയ്യിലിരുന്ന സീറ്റുകളും LDF-ന് പിടിച്ചെടുക്കാനായിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിലെ മലയാളികൾ അത്തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളിടത്താണ്. അതൊരു പാറ്റേൺ ആണ്. അതായിരിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്നത്.